ഹായ് ഫ്രണ്ട്സ്, ഫോർഗീവ്നെസ് ചലഞ്ചിൻ്റെ 2ാം ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ നമ്മൾ നമ്മുടെ വേദനയെ അംഗീകരിച്ചു അല്ലേ? പക്ഷെ പലപ്പോഴും വേദനയെ അംഗീകരിച്ചതിന് ശേഷവും ഒരു പ്രശ്നം ബാക്കി നിൽക്കാറുണ്ട്. നമ്മൾ നമ്മുടെ വികാരങ്ങളെ അനുഭവിക്കാൻ ഭയപ്പെടുന്നു. പലപ്പോഴും നമ്മൾ സങ്കടം വന്നാൽ അതേ ഫോൺ എടുക്കും, ഒറ്റപ്പെട്ടതായി തോന്നിയാൽ സോഷ്യൽ മീഡിയയിൽ സമയം ചെലവഴിക്കും, കരയാൻ തോന്നിയാൽ നമ്മൾ അതിനെ തടഞ്ഞു വെക്കും. കാരണം വികാരങ്ങൾ അനുഭവിക്കുന്നത് ദുർബലതയാണെന്നാണ് പലരും കരുതുന്നത്. പക്ഷെ സത്യം മറ്റൊന്ന്, അനുഭവിക്കാത്ത വികാരങ്ങളാണ് നമ്മളെ കൂടുതൽ വേദനിപ്പിക്കുക. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വികാരങ്ങളെ അടിച്ചമർത്താതെ എങ്ങനെയാണ് സുരക്ഷിതമായിട്ട് അനുഭവിക്കാൻ പറ്റുക എന്നാണ്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. പോസിറ്റീവ് വൈബുള്ള ഒരു കമ്മ്യൂണിറ്റിയുടെ ഭാഗമാകുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ പറ്റും. അവിടെ നിങ്ങൾക്ക് കൂടുതൽ ഇൻഫർമേഷൻസും ഫ്രീ ക്ലാസ്സിനുള്ള ലിങ്കും എല്ലാം ലഭിക്കുന്നതാണ്. എല്ലാ ദിവസവും 9 മണിക്ക് ഫ്രീ ക്ലാസ്സുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. എന്തുകൊണ്ടാണ് നമ്മൾ വികാരങ്ങളെ ഒഴിവാക്കുന്നത്? നിങ്ങൾ എപ്പോഴെങ്കിലും ഓർത്ത് നോക്കിയിട്ടുണ്ടോ? ചെറുപ്പം മുതൽ നമ്മൾ കേട്ടിട്ടുള്ള വാക്കുകളാണ് അല്ലേ? അയ്യേ കരയണ്ട, ഇത്ര ചെറിയ കാര്യത്തിന് ഇങ്ങനെ വിഷമിക്കണോ, ധൈര്യമായിട്ടിരിക്ക്, അതെല്ലാം വിട്ട് കളഞ്ഞേക്ക്, അത് മറന്നേക്ക്. ഇങ്ങനെയൊക്കെ നമ്മളോട് പറയുന്ന ആളുകളുടെ ഉദ്ദേശം നല്ലതായിരിക്കും. പക്ഷെ പലപ്പോഴും അതിൻ്റെ ഫലം എന്താ? നമ്മൾ നമ്മുടെ യഥാർത്ഥ വികാരങ്ങളിൽ നിന്ന് അകന്നു പോകും. പുറത്ത് നമ്മൾ ചിരിക്കും, പക്ഷെ അകത്തോ നമ്മൾ തകർന്നിരിക്കുകയായിരിക്കും. പുറത്ത് ഞാൻ ഓക്കെയാണ് നമ്മളെല്ലാവരോടും പറയും, പക്ഷെ നമ്മുടെ അകത്ത് നമ്മൾ വേദനിക്കുകയായിരിക്കും. ഇങ്ങനെ വർഷങ്ങളോളം നമ്മൾ വികാരങ്ങൾ ഒഴിവാക്കുമ്പോൾ നമ്മുടെ മനസ്സ് ക്ഷീണിക്കും. അപ്പോൾ ഇന്ന് നിങ്ങൾക്കൊരു പുതിയ തീരുമാനം എടുക്കാം. ഞാൻ എൻ്റെ വികാരങ്ങളിൽ നിന്നും ഒരിക്കലും ഓടിപ്പോകില്ല എന്ന്. എല്ലാ വികാരങ്ങൾക്കും ഒരു സന്ദേശമുണ്ട്. അത് നിങ്ങൾക്കറിയോ? നിങ്ങൾക്ക് കോപമുള്ള ഒരാളാണോ അല്ലെങ്കിൽ ദേഷ്യമുള്ള ഒരാളാണോ? നിങ്ങളുടെ ആ ദേഷ്യം അല്ലെങ്കിൽ കോപം എന്തായിരിക്കും നിങ്ങളോട് പറയുന്നത്? എൻ്റെ അതിരുകൾ ലംഘിക്കപ്പെട്ടു എന്നാണ് അത് പറയുന്നത്. നിങ്ങൾക്ക് സങ്കടമുണ്ടോ? നിങ്ങളുടെ സങ്കടം എന്താണ് നിങ്ങളോട് പറയുന്നതെന്ന് നിങ്ങൾക്കറിയാവോ? എനിക്കെന്തോ വിലപ്പെട്ടത് നഷ്ടപ്പെട്ടു എന്നാണ് അത് പറയുന്നത്. നിങ്ങൾക്ക് ഭയമുണ്ടോ? അതെന്താ നിങ്ങളോട് പറയുന്നത്? എനിക്ക് സുരക്ഷിതത്വം വേണം, ഞാൻ സേഫ് അല്ല എന്നാണ് അത് പറയുന്നത്. നിങ്ങളുടെ വികാരങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ശത്രുക്കളല്ല, അത് നിങ്ങളുടെ സന്ദേശവാഹകരാണ്. പക്ഷെ നമ്മൾ സന്ദേശം കേൾക്കാതെ വാതിലടച്ചാൽ എന്ത് സംഭവിക്കും? അവ കൂടുതൽ ശക്തമായിട്ട് മുട്ടും അല്ലേ? നമ്മളൊരു വാതിലിൽ മുട്ടിയിട്ട് അത് തുറക്കുന്നില്ലെങ്കിൽ അത് കേട്ടിട്ടുണ്ടാവില്ല വിചാരിച്ചിട്ട് നമ്മൾ വീണ്ടും ശക്തിയായിട്ട് മുട്ടില്ലേ? അങ്ങനെയാണ് എന്ത് പറ്റുന്നത്? ചെറിയ കാര്യങ്ങൾക്ക് വലിയ ഇമോഷൻ റിയാക്ഷൻസ് കണ്ടിട്ടില്ലേ നിങ്ങൾ? പലപ്പോഴും നിങ്ങൾ തന്നെ ആ ഒരു ചെറിയ കാര്യത്തിന് ഞാൻ എന്തിനാണ് അത്രയും റിയാക്ട് ചെയ്തതെന്ന് പിന്നീട് നിങ്ങൾ ഇൻസിഡൻറ്റുകൾ കഴിഞ്ഞിട്ട് ചിന്തിച്ചിട്ടില്ലേ? അപ്പോൾ ഇന്ന് നിങ്ങളുടെ വികാരങ്ങളെ നിങ്ങൾ ശത്രുവായി കാണാതെ അതിനെ സന്ദേശവാഹകരായിട്ട് കണ്ടു നോക്കി എന്താ സംഭവിക്കുക നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മളൊരു എക്സസൈസിലേക്ക് കടക്കാം. നിങ്ങൾ ശാന്തമായിട്ടിരിക്കുക. ഒന്നിലെ സുഖാസനത്തിലിരിക്കുക, എന്നിട്ട് കൈകൾ മടിയിൽ തുറന്നു വയ്ക്കുക, നടുനിവർത്തിയിരിക്കുക, കണ്ണുകൾ മെല്ലെ അടയ്ക്കുക. കസേരയിൽ ഇരിക്കുന്നവരാണെങ്കിൽ കാലുകൾ തറയിൽ മുട്ടിച്ചു വെക്കുക, നടുനിവർത്തി ഇരിക്കുക, കൈകൾ മടിയിൽ തുറന്നു വയ്ക്കുക, കണ്ണുകൾ അടയ്ക്കുക. എന്നിട്ട് നിങ്ങൾ നന്നായിട്ടൊരു ദീർഘശ്വാസം എടുക്കുക. കുറച്ച് നേരം ഒന്ന് ഹോൾഡ് ചെയ്ത് വെക്കുക. എന്നിട്ട് വളരെ പതുക്കെ മന്ദഗതിയിൽ വീണ്ടും ശ്വാസം പുറത്തേക്ക് വിടുക. വീണ്ടും ഒന്നുകൂടെ അത് റിപ്പീറ്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ നിങ്ങളോട് തന്നെ ഒന്ന് ചോദിച്ചേ, ഈ നിമിഷം ഞാൻ എന്താണ് അനുഭവിക്കുന്നത്? അതിനൊറ്റ വാക്കിൽ നിങ്ങൾ ഉത്തരം കണ്ടെത്തണം. കോപമാണോ? വിഷമമാണോ? നിരാശയാണോ? ഏകാന്തതയാണോ? ഭയമാണോ? എന്തു തന്നെ ആയിക്കൊള്ളട്ടെ, ആ വികാരത്തെ നിങ്ങളിപ്പോൾ മാറ്റാൻ ശ്രമിക്കരുതേ, അത് ശരിയാക്കാൻ ശ്രമിക്കരുത്. വെറുതെ അതിനെ ശ്രദ്ധിക്കുക. എന്നിട്ട് മനസ്സിൽ പറയാ, ഞാൻ നിന്നെ കാണുന്നു. വീണ്ടും പറയണം,
നീ ഇവിടെ തന്നെ ഉണ്ടായിരിക്കണം. വീണ്ടും പറയണം, ഞാൻ നിന്നോട് യുദ്ധം ചെയ്യില്ല. ഇത് വളരെ ശക്തമായിട്ടുള്ളൊരു ഹീലിംഗ് പ്രാക്ടീസാണ്. ഇപ്പം എന്താ ചെയ്തേ? നമ്മൾ അതിനെ അങ്ങ് അംഗീകരിച്ചു. കരയുന്നതൊരു ദുർബലതയൊന്നുമല്ല. പലർക്കും കരയാൻ ഭയങ്കര ഭയമാണ്, പ്രത്യേകിച്ച് മുതിർന്നവർക്ക്. കാരണം കരയുന്നത് ദുർബലതയാണെന്നാണ് അവർ വിശ്വസിക്കുന്നത്. പക്ഷെ കരച്ചില് ശരീരത്തിൻ്റെ ഒരു നാച്ചുറൽ റിലീസിങ് മെക്കാനിസമാണ്. കണ്ണുനീരെന്ന് പറയുന്നത് വെറുതെ വെള്ളമല്ല, അതൊരു ഇമോഷണൽ പ്രഷർ റിലീസാണ്. നമ്മളുടെ ഉള്ളിലുള്ള ഇമോഷണൽ പ്രഷറിനെ റിലീസ് ചെയ്യാനുള്ള നാച്ചുറൽ ആയിട്ടുള്ള പ്രകൃതി തന്നിട്ടുള്ളൊരു മാർഗമാണിത്. അപ്പം നിങ്ങൾക്ക് കരയാൻ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ കരയൂ. നിങ്ങൾക്ക് സംസാരിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ സംസാരിക്കൂ. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരാളോട് വേണം സംസാരിക്കാൻ. അതല്ല, നിങ്ങൾക്ക് എഴുതാനാണ് തോന്നുന്നതെങ്കിൽ നിങ്ങൾ എഴുതൂ. എന്നിട്ട് നിങ്ങളുടെ ഉള്ളിലുള്ള പ്രഷറിനെ, പെയിനിനെ റിലീസ് ചെയ്ത് കളഞ്ഞിട്ട് നിങ്ങൾ ഹീലിങ്ങിലേക്ക് നടന്നെടുക്കൂ. സപ്രഷനാണ് സഫറിങ് എന്ന് പറയുന്നത്. റിലീസ് ചെയ്യുമ്പോൾ അത് ഹീലിംഗ് ആയിട്ട് മാറുന്നു. ഇന്നത്തെ നിങ്ങളുടെ ചലഞ്ച് വളരെ ലളിതമാണ്. നിങ്ങളൊരു 15 മിനിറ്റ് സമയം കണ്ടെത്തണം. ആ സമയത്ത് നിങ്ങളുടെ ഫോൺ മാറ്റി വെക്കണം, TV ഓഫ് ചെയ്യണം, എന്നിട്ട് ശാന്തമായിട്ടിരിക്കണം. എന്നിട്ട് താഴെ പറയുന്ന 4 ചോദ്യങ്ങൾക്ക് നിങ്ങൾ ഉത്തരം എഴുതുക. ഇന്ന് ഞാൻ അനുഭവിച്ച പ്രധാന വികാരം എന്താണ്? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ആ വികാരം എന്താണ് എന്നോട് പറയാൻ ശ്രമിക്കുന്നത്? 3, ഞാൻ അതിനെ ഇതുവരെ എങ്ങനെ ഒഴിവാക്കി? 4, ഇന്ന് ഞാൻ അതിനെ എങ്ങനെ അംഗീകരിക്കുക? നിങ്ങൾ ഇതിനൊക്കെ ആൻസർ എഴുതുമ്പോൾ ഗ്രാമറോ സ്പെല്ലിങ്ങോ ഒന്നും നോക്കണ്ട. നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് എഴുതണം. അത്രേ നമുക്ക് ആവശ്യമുള്ളൂ. ഇനി നിങ്ങൾ വീണ്ടും ഒരു ദീർഘശ്വാസം എടുത്ത് മെല്ലെ ശ്വാസം റിലീസ് ചെയ്യണം. എന്നിട്ട് മനസ്സിൽ ഈ വാക്കുകൾ ആവർത്തിച്ചോ. റിപ്പീറ്റായിട്ട് ഞാൻ പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഇത് നിങ്ങൾ റിപ്പീറ്റായിട്ട് ആവർത്തിക്കുക. എൻ്റെ വികാരങ്ങൾ ശരിയാണ്. എനിക്ക് അനുഭവിക്കാൻ അവകാശമുണ്ട്. ഞാൻ എൻ്റെ വികാരങ്ങളെ ഭയപ്പെടുന്നില്ല. ഞാൻ സുഖപ്പെടുകയാണ്. ഓരോ ദിവസവും ഞാൻ കൂടുതൽ സ്വതന്ത്രനാകുന്നു. എൻ്റെ ഹൃദയം സുരക്ഷിതമാണ്. ഹീലിംഗ് ഈസ് ഹാപ്പനിങ്. ഇന്ന് നിങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒരു പടിയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ വികാരങ്ങളിൽ നിന്ന് ഓടിപ്പോകാതെ അവയെ കാണാൻ പഠിച്ചു. അപ്പോൾ നാളത്തെ ചലഞ്ചിനായിട്ട് വെയിറ്റ് ചെയ്യുക. അപ്പോൾ അതുവരെ നിങ്ങൾ സ്വയം സ്നേഹിക്കുക. സെൽഫ് ലവിൻ്റെ വീഡിയോസ് നമ്മൾ സെൽഫ് ലവ് ചലഞ്ച് ചെയ്തിട്ടുണ്ട് 7 ദിവസത്തെ. അത് കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ട് സ്വയം സ്നേഹിക്കാൻ പഠിക്കുക. നിങ്ങളുടെ വികാരങ്ങളെ ബഹുമാനിക്കുക. ഒരു കാര്യം ഓർക്കുക, അനുഭവിക്കാൻ ധൈര്യമുള്ള ഹൃദയത്തിനാണ് സുഖപ്പെടാൻ കഴിയുന്നത്. ഓക്കെ, അപ്പോൾ നാളെ പുതിയൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു ഓൾ, ലവ് യു ഓൾ. എല്ലാവർക്കും പുതിയൊരു ദിവസം ആശംസിക്കുന്നു.